ജീസസിനെയും നമ്മുടെ കോറോയിനെയും അതുപോലെ തന്നെ പെപ്രേനെയും ലൂണേനെയും എല്ലാവരെയും പൂട്ടിയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ പറ്റിയത്. അതായത് മറ്റ് ടീമുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു ചാൻസസ് ഉണ്ടാക്കി തരുമ്പോഴൊക്കെ നമ്മൾ അത് കൊണ്ടുപോയി കളയുന്നുണ്ട് എന്നുള്ളതൊരു ഭയങ്കര ശോകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എസ്പെഷ്യലി സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാൻ വർക്കൗട്ട് ആവുന്നില്ല എന്ന് കാണുമ്പോൾ ചില സമയത്ത് ഫുട്ബോളിൽ എപ്പോഴും വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ടിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റണം. പുതിയ പ്ലാൻ വരണം, അതിനനുസരിച്ച് എതിർ ടീം എങ്ങനെ കളിക്കുന്നു എന്ന് മനസ്സിലാക്കി കളിക്കാൻ പറ്റണം. അത് ഭയങ്കരമായിട്ട് ഇന്നലത്തെ അതായത് നമ്മുടെ ലാസ്റ്റ് മത്സരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ടെക്നിക്കലിയും സ്കോഡ് പരമായും ഒക്കെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ. സോ അവർ നമ്മളെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ ബേസിൽ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും ഗോവയ്ക്കെതിരെയും നമുക്കൊരു തോൽവി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഹോർമിപ്പാമിന് കളിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പിന്നെയും നമ്മുടെ ഡിഫൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഭയങ്കര ശോകമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സിറ്റുവേഷനും കൂടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എന്തായാലും സീസണിൽ ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.